കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം വേദനാജനകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലെടുക്കുമെന്നും ഉറപ്പ്. ബിന്ദുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. തലക്കേറ്റ് ഗുരുതര പരിക്കും ആന്തരിക രക്തസ്രാവവും മരണകാരണമായെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധം. സംസ്ഥാനത്തെ ആശുപത്രികളിലെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ സംഭവവും ഹർജിയിൽ. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. പാലക്കാട് നാട്ടുകൽ സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. 100-ലധികം പേർ ഹൈറിസ്ക് പട്ടികയിൽ. നാട്ടുകൽ കിഴക്കുംപുറം മേഖലയിലെ 3 കിലോമീറ്റർ കണ്ടെയ്ൻമെന്റ് സോൺ. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്നും ചിത്രം കേരളത്തിൽ എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടാക്കുകയെന്നും ഹൈക്കോടതി. ഭാരതാംബയെ പതാകയേന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരമെന്നും കോടതി. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത ഉത്തരവിന് അടിയന്തര സ്റ്റേയില്ല. സംവിധായകൻ രഞ്ജിത്തിന് ആശ്വാസം. ലൈംഗിക പീഡനയ്ക്ക് ശ്രദ്ധാക്കി കർണാടക ഹൈക്കോടതി. നടപടി FIR റദ്ദാക്കണമെന്ന ഹർജിയിൽ യുവാവ് പരാതി നൽകാൻ വൈകിയത് സംശയാസ്പദമെന്ന് രഞ്ജിത്ത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടൻ വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. തീരുമാനം തമിഴക വെട്രിക്കഴകം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ. BJPയുമായി സഖ്യത്തിനില്ല. നിപ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. നിപ രോഗം റിപ്പോർട്ട് ചെയ്ത നാട്ടുകൽ, കിഴക്കുംപുറം മേഖലകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. 100-ലേറെ ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട 18-കാരിക്ക് പ്രാഥമിക പരിശോധനയിൽ നിപ കണ്ടെത്തിയതോടെ മലപ്പുറം മങ്കടയിലും നിയന്ത്രണം ഏർപ്പെടുത്തും. പാലക്കാട് ജില്ലയിലെ നാട്ടുകലിലും മലപ്പുറം ജില്ലയിലെ മങ്കടയിലുമാണ് നിപ സ്ഥിരീകരിച്ചത്. നാട്ടുകൽ സ്വദേശിയായ 38-കാരി രോഗബാധയെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും രോഗം സ്ഥിരീകരിച്ചതോടെ മേഖലയിൽ കനത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. തച്ചനാട്ടുകര പഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകളിലും കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡുകളിലുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇവിടെ രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമേ വ്യാപാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാവൂ. മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. 100-ലേറെ പേരെ ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തി. യുവതിയുടെ വീടിനു സമീപമുള്ള പാലോട്, കരിങ്കല്ലത്താണി, മണ്ണാർക്കാട് എന്നിവിടങ്ങളിലെ ക്ലിനിക്കുകളിൽ ചികിത്സ തേടിയിരുന്നു. പിന്നീടാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. യുവതി പൊതുഗതാഗതം ഉപയോഗിച്ചിട്ടില്ല. വിശദമായ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നുണ്ട്. അതേസമയം മങ്കട സ്വദേശിയായ 18-കാരി കഴിഞ്ഞ 1-ാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടത്. തുടർന്ന് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് നിപ വൈറസ് ബാധ കണ്ടെത്തിയത്. സ്ഥിരീകരണത്തിനായി സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. മങ്കടയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. മേഖലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. മരണപ്പെട്ട 18-കാരിയെ ചികിത്സിച്ച ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ നിരീക്ഷണത്തിലാണ്. 3 ജില്ലകളിലും 26 കമ്മിറ്റികൾ വീതം രൂപീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. വിപുലമായ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിന് പോലീസിന്റെ സഹായവും തേടും. അമൃത ന്യൂസ്, മലപ്പുറം. ഭാരതാംബ വിഷയത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടിക്ക് അടിയന്തര സ്റ്റേ നൽകാതെ ഹൈക്കോടതി. സസ്പെൻഷൻ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ന് രാവിലെയാണ് KS അനിൽകുമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇത് പരിഗണിക്കവേ രൂക്ഷമായ വിമർശനങ്ങളാണ് ഹൈക്കോടതി ഉയർത്തിയത്. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. VCയോട് വിശദമായ സത്യവാങ്മൂലം നൽകാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രജിസ്ട്രാറുടെ നടപടി ഗവർണറുടെ വിശിഷ്ടതയെ ബാധിച്ചുവെന്നും ഇങ്ങനെയല്ല വിഷയം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നതെന്നും കോടതി വിമർശിച്ചു. ഭാരതമാതാവിനെ പതാകയേന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരമാണ്. പ്രകോപനപരമായ എന്ത് ചിത്രമാണ് അവിടെ പ്രദർശിപ്പിച്ചത്? ചിത്രം എന്ത് ക്രമസമാധാന പ്രശ്നമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്? സെനറ്റ് ഹാളിലെ പരിപാടി മാറ്റിവെക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് കേരള പോലീസ് മറുപടി നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചാൻസലറെയും വൈസ് ചാൻസലറെയും മറികടന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും രജിസ്ട്രാർക്കും സർവകലാശാല ഭരണത്തിൽ അമിതാധികാരം നൽകുന്ന സർവകലാശാല ഭേദഗതി ബില്ലിൽ ഒപ്പുവെക്കരുതെന്ന് ആവശ്യപ്പെട്ട്
ചാൻസലറെയും വൈസ് ചാൻസലറെയും മറികടന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും രജിസ്ട്രാർക്കും സർവകലാശാല ഭരണത്തിൽ അമിത അധികാരം നൽകുന്ന സർവകലാശാല ഭേദഗതി ബില്ലിൽ ഒപ്പുവെക്കരുതെന്ന് ABVP ആവശ്യപ്പെട്ടു. ABVP പ്രതിനിധി സംഘം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന് നിവേദനം നൽകി. കേരള സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ KS അനിൽകുമാറിന്റെ നിയമനം പുനഃപരിശോധിക്കണമെന്നും പ്രതിനിധി സംഘം നിവേദനത്തിലൂടെ അഭ്യർത്ഥിച്ചു. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന കേസ് കർണാടക ഹൈക്കോടതി റദ്ദാക്കി. കേസിൽ ഉന്നയിച്ച ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതിയുടെ നടപടി. പരാതിക്കാരൻ പരാതി നൽകാൻ വൈകിയത് സംശയാസ്പദമാണെന്നും പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളിലും വ്യക്തതയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പരാതിക്കാരൻ ഉന്നയിച്ച സംഭവം നടന്ന ഹോട്ടൽ, തീയതി എന്നിവ തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്നും കോടതി പറഞ്ഞു. കോഴിക്കോട് സ്വദേശിയായ യുവാവിനെ പീഡിപ്പിച്ചെന്ന FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രഞ്ജിത്ത് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. ജസ്റ്റിസ് SR കൃഷ്ണകുമാറാണ് രഞ്ജിത്തിന്റെ ഹർജി പരിഗണിച്ച് കേസ് റദ്ദാക്കാൻ തീരുമാനിച്ചത്. നേരത്തെ കേസിൽ രഞ്ജിത്തിനെതിരെയുള്ള ക്രിമിനൽ നടപടിക്രമങ്ങൾ കോടതി തടഞ്ഞിരുന്നു. സംഭവം നടന്ന് 12 വർഷം കഴിഞ്ഞാണ് യുവാവ് പരാതി നൽകിയത്. 2012 ബാബൂട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ പരിചയപ്പെട്ട യുവാവിനെ ബംഗളൂരു വിമാനത്താവളത്തിന് സമീപമുള്ള താജ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും ദൃശ്യങ്ങൾ പകർത്തിയെന്നുമായിരുന്നു കേസ്. ചിത്രങ്ങൾ സംവിധായകൻ സുഹൃത്തായ പ്രമുഖ നടിക്ക് അയച്ചുകൊടുത്തുവെന്നും യുവാവ് ആരോപിച്ചു. എന്നാൽ സംഭവം നടക്കുന്ന സമയത്ത് താജ് ഹോട്ടൽ പ്രവർത്തനം തുടങ്ങിയിരുന്നില്ല എന്ന് പിന്നീട് പുറത്തുവരികയും ചെയ്തു. എന്തായാലും കോടതി നടപടി രഞ്ജിത്തിന് ആശ്വാസമാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടൻ വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. തീരുമാനം തമിഴക വെട്രിക്കഴകം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ BJP-യുമായി സഖ്യത്തിനില്ല എന്നും തീരുമാനം. രാഷ്ട്രീയത്തിൽ പടയൊരുക്കം തുടങ്ങി ഇളയ ദളപതി വിജയ്. തന്റെ രാഷ്ട്രീയ പ്രവേശവും പാർട്ടി പ്രഖ്യാപനവും സിനിമാ സ്റ്റൈലാക്കിയ വിജയ് ഇപ്പോൾ ഇതാ മറ്റൊരു പ്രഖ്യാപനത്തിലൂടെ ആരാധകരെ മാത്രമല്ല രാഷ്ട്രീയ നിരീക്ഷകരെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു. 2026 വരുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നടൻ വിജയിയെ പാർട്ടി പ്രഖ്യാപിച്ചു. ചെന്നൈയിൽ നടന്ന തമിഴക വെട്രിക്കഴകം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് നിർണായക തീരുമാനം. അതേസമയം BJP-യുമായി സഖ്യമുണ്ടാക്കില്ലെന്ന് വിജയ് വ്യക്തമാക്കി. പ്രത്യയശാസ്ത്ര ശത്രുക്കളുമായോ വിഭാഗീയ ശക്തികളുമായോ നേരിട്ടോ അല്ലാതെയോ ഒരിക്കലും സഖ്യം പാടില്ലെന്ന പ്രമേയവും പാർട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് സഖ്യങ്ങൾ തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം പാർട്ടി വിജയ്ക്ക് നൽകി. TVക്ക് അംഗത്വ അടിത്തറ വികസിപ്പിക്കാനും തീരുമാനിച്ചു. ഈ വർഷം സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ തമിഴ്നാട്ടിലുടനീളം സംസ്ഥാന വ്യാപകമായി വിജയ് പര്യടനം നടത്തും. വോട്ടർമാരെ നേരിട്ട് കണ്ടും പിന്തുണ തേടും. അടുത്തിടെ നടന്ന ഒരു സർവേയിൽ സ്റ്റാലിൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യൻ വിജയ് എന്നാണ് കണ്ടെത്തൽ. തമിഴ്നാട്ടിലെ പ്രതിപക്ഷ ശബ്ദമാകാൻ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തമിഴക വെട്രിക്കഴകത്തിനായി. സംസ്ഥാന മുഖ്യമന്ത്രി പദവി എന്ന ലക്ഷ്യത്തോടെ രാഷ്ട്രീയത്തിലിറങ്ങിയ വിജയ്ക്ക് നിരവധി വെല്ലുവിളികളെ തരണം ചെയ്യേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇപ്പോൾ PV അൻവർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. എന്ത് തോന്നിയാസം കേരളത്തിൽ നടത്താലോ? ചോദിക്കാൻ ആളില്ലെങ്കിൽ എന്താ? ചോദിക്കാൻ ആളില്ലാത്ത പൂരപ്പറമ്പിൽ നടക്കുന്ന അടിയില്ലേ? അതാ കേരളത്തിൽ നടക്കുന്നത്. ആർക്കാ ഉത്തരവാദിത്വം? ആരതിനെ തിരുത്തേണ്ടത്? ആരാ ചോദിക്കേണ്ടത്? ഒരാളില്ല. എന്താ എനി ക്വസ്റ്റ്യൻസ്? നിയമം അവതരിപ്പിക്കാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു. ബിന്ദുവിന്റെ വീട്ടിലെ സ്ഥലപരിമിതിയെ തുടർന്ന് സഹോദരിയുടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. ഇതിനിടെ ബിന്ദുവിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. തലയ്ക്ക് പറ്റിയ ഗുരുതര പരിക്കും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കുടുംബത്തെ ചേർത്ത് നിർത്തുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതായി മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ. മന്ത്രി വീണ ജോർജ് നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ മന്ത്രി ദുഃഖം രേഖപ്പെടുത്തി. സർക്കാരിന്റെ ഭാഗത്തു നിന്നും കുടുംബത്തിന് എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം മുഖവിലക്കെടുക്കുമെന്നും വിശ്രുതൻ പറഞ്ഞു. മിനിസ്റ്റർ എന്നെ വിളിച്ച് ഞാൻ സംസാരിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ കാര്യവും പറഞ്ഞു. അവിടെ ഉണ്ട് അഗാധമായ ദുഃഖമുണ്ട് പുള്ളിക്കാരത്തി അതിനകത്ത് പങ്കുചേരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ച കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയാമെന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവുമെന്ന് എൻ്റെ അടുത്ത് മിനിസ്റ്റർ പറഞ്ഞു. അങ്ങനെ നമ്മളെ ചേർത്ത് നിർത്തുമെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. അത് കഴിഞ്ഞപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഞങ്ങളതിനകത്ത് വിശ്വസിക്കുക.
മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടല്ലോ, പുള്ളിക്കാരനൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ബിന്ദുവിൻ്റെ കുടുംബത്തെ അതിൻ്റെ അർഹമായ സഹായം നൽകുമെന്ന്. അത് മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾക്ക് വിശ്വാസത്തിൽ ഞങ്ങൾ എടുക്കുക. അതിൻ്റെ കാര്യങ്ങൾ നമ്മളിവിടെ വന്ന് പിന്നെ മിനിസ്റ്ററുമായിട്ട് നമ്മൾ സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ അതിന് തീരുമാനം ഉണ്ടാകും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്ന സംഭവത്തിൽ മൗനം വെടിഞ്ഞ മുഖ്യമന്ത്രി. സംഭവം ദൗർഭാഗ്യകരമെന്നും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ശക്തിപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ പിന്തുണയുണ്ടാകും. ആരോഗ്യമേഖലയെ കൂടുതൽ കരുത്തോടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രതിരോധം കൂടി തീർക്കുകയാണ് മുഖ്യമന്ത്രി. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ അനുശോചിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അപകടത്തിൽ ബിന്ദു മരണമടഞ്ഞ സംഭവം ഏറെ വേദനിപ്പിക്കുന്നതാണ്. സർക്കാർ കുടുംബത്തിനൊപ്പമെന്ന് മന്ത്രി പോസ്റ്റിൽ വ്യക്തമാക്കി. മന്ത്രി വീണ ജോർജിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രതിഷേധങ്ങളുമായി പ്രാദേശിക CPM നേതാക്കൾ. MLA ആയിരിക്കാൻ പോലും വീണ ജോർജിന് അർഹതയില്ലെന്ന് CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ പ്രതിഷേധ ഫേസ്ബുക്ക് കുറിപ്പ്. പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ P. ജെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. SFI മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ജോൺസൺ P.J. മന്ത്രിയെ പരോക്ഷമായി പരിഹസിച്ച് CPM ഏരിയ കമ്മിറ്റി അംഗവും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. മന്ത്രി ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ പരിഹസിച്ചാണ് പത്തനംതിട്ട CWC മുൻ ചെയർമാനും CPM ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് N. രാജീവൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ പ്രതിരോധ കവചം തീർത്ത് മന്ത്രിമാർ. മന്ത്രി V. ശിവൻകുട്ടിയും ആരോഗ്യമന്ത്രിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തി. ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച പോസ്റ്റിൽ സർക്കാരിനെതിരെ വ്യാജ പ്രചരണം നടത്തുന്നതും ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും അപലപനീയമെന്ന് മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട DMO ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ചെറുഭാഗം അടർന്നു വീണു. കളക്ടറേറ്റിലെ 4ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസിന്റെ ഇടനാഴിയുടെ മേൽക്കൂരയിലെ ചെറുഭാഗമാണ് അടർന്നു വീണത്. ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനായി ഇരിപ്പിടങ്ങൾ ഇട്ടിട്ടുണ്ട്. അടർന്നു വീണ സമയം ഇരിപ്പിടങ്ങളിൽ ആരുമില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. തൃശൂർ മെഡിക്കൽ കോളേജിൽ വീണ്ടും വീഴ്ചയെന്ന് ആംബുലൻസ് ഡ്രൈവറുടെ ആരോപണം. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ ആംബുലൻസ് കിടന്നത് അരമണിക്കൂറോളം. ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് തൃശൂരിലെ ആംബുലൻസ് ഡ്രൈവർ പ്രണവ് പറഞ്ഞു. ഇന്നലെ പന്നിത്തടത്തുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ KSRTC ഡ്രൈവറെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴും സമാനമായ അനുഭവമാണ് ആംബുലൻസ് ഡ്രൈവർ പങ്കുവച്ചത്. രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചാൽ ഉടനെ ട്രോളി കൊണ്ടുവരാറുണ്ട്. എന്നാൽ കൃത്യസമയത്ത് ട്രോളി കൊണ്ടുവന്നില്ല. ഏകദേശം അരമണിക്കൂറോളം ചികിത്സയിൽ താമസം സംഭവിച്ചുവെന്നും സെക്യൂരിറ്റി ജീവനക്കാർ ആക്ഷേപിച്ചുവെന്നുമാണ് വടക്കുന്നാഥൻ ആംബുലൻസ് ഡ്രൈവർ പ്രണവ് ആരോപിക്കുന്നത്. അതായത് നമ്മൾ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഒരു ഷിഫ്റ്റിംഗ് ആയിട്ട് പോയതായിരുന്നു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക്. അന്നേരം നമുക്ക് സാധാരണ ഹോസ്പിറ്റലിൽ കൊണ്ടു കഴിഞ്ഞാൽ ട്രോളി കൊണ്ടുവരണ്ടേ, അവർ ട്രോളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ സ്ഥിര സംഭവം മാറിയിരിക്കുന്നു. എപ്പോഴും ഇല്ല, ഇപ്പോൾ കുറച്ച് എടുത്തായിട്ട് ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ്. അതായത് നമുക്ക് റെസ്പോൺസ് ഇല്ല. നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടൊരു പേഷ്യൻറ്റിനെ ക്രിറ്റിക്കൽ കേസൊക്കെ നമ്മൾ അത്രയും ബുദ്ധിമുട്ടി നമ്മൾ കൊണ്ടുപോയിട്ട് നമുക്കൊരു വില തരും. നമുക്കെന്നല്ല, നമ്മളാ സംഭവം ആരുമില്ല. നമ്മളെ വിശ്വസിക്കുന്ന വണ്ടിയിൽ ഒരാൾ വന്നിട്ട് നമ്മളത് കൊണ്ടുപോകുമ്പോൾ ആ ഒരു പരിഗണന ഒരു തരണ്ടേ. നമുക്കൊരു പരിഗണന തരും. നമുക്കെന്നല്ല, സാധാരണക്കാരൻ ഹോസ്പിറ്റലാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ. മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അപ്പോൾ നമുക്ക് ആ ഒരു വില കിട്ടുന്നില്ല. നമുക്ക് പേഷ്യൻറ്റിനെ ഒരു 10 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ട്രോളിക്ക് വേണ്ടിയിട്ട്. കാരണം സാധാരണ വരാറുള്ളതാണ്. ഇന്നലെ പന്നിത്തടത്തുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ KSRTC ഡ്രൈവറെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ ആവശ്യമായ ചികിത്സ നിഷേധിച്ചതായി ആരോപിച്ച് ആംബുലൻസ് ഡ്രൈവർ സാദിഖ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ആരോപണം ആശുപത്രി അധികൃതർ നിഷേധിക്കുകയായിരുന്നു. കൃത്യസമയത്ത് ഡ്രൈവർക്ക് ചികിത്സ ലഭിച്ചുവെന്നായിരുന്നു ആശുപത്രിയുടെ വാദം. എന്നാൽ സമാന സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ആശുപത്രി അധികൃതർ മൗനം പാലിക്കുകയാണെന്നാണ് പരാതി. അമൃത ന്യൂസ്, തൃശൂർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി വീണ്ടും അമേരിക്കയിലേക്ക്. ഇന്ന് അർദ്ധരാത്രിയോടെ ദുബായ് വഴിയാണ് അമേരിക്കയിലേക്ക് പോവുക. ചികിത്സയുടെ ഭാഗമായി ഒരാഴ്ചയോളം അമേരിക്കയിൽ കഴിയുമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ അമേരിക്കയിൽ ചികിത്സ നടത്തിയിരുന്ന മുഖ്യമന്ത്രി തുടർ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായാണ് വീണ്ടും പോകുന്നത്. മിനിസോട്ടയിലെ മയോ ക്ലിനിക്കിലാണ് മുഖ്യമന്ത്രി ചികിത്സ തേടിയിരുന്നത്. സംസ്ഥാനത്തെ ആശുപത്രികളിലെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുള്ള അപകട മരണവും ഡോക്ടർ ഹാരിസിന്റെ തുറന്നുപറച്ചിലും ഗൗരവതരമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അടിസ്ഥാന സൗകര്യവും സജ്ജീകരണവും ഉറപ്പുവരുത്തണമെന്ന് ഹർജിയിൽ പറയുന്നുണ്ട്. ഫലപ്രദമായ ഭരണനിർവഹണത്തിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും.
ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം ജൂലൈ 9 ചമ്പക്കുളത്ത് പമ്പയാറ്റിൽ നടക്കും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. കുട്ടനാട് MLA തോമസ് K. തോമസ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്കുള്ള സമ്മാനദാനം കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് നിർവഹിക്കും. ഇതിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ജലോത്സവ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ ചരിത്രപ്രസിദ്ധമായ മൂലം ജലോത്സവം 2025 ജൂലൈ 9 ബുധനാഴ്ച ചമ്പക്കുളത്ത് പമ്പയാറ്റി വെച്ചാണ് നടത്തപ്പെടുന്നത്. കേരള സംസ്ഥാനത്തിലെ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള സംസ്ഥാനത്തിലെ ഏറ്റവും പാരമ്പര്യമേറിയ വള്ളംകളിയാണ് ചമ്പക്കുളത്താറ്റിലെ ഈ മൂലം വള്ളംകളി. ചങ്ങനാശ്ശേരി അതിൻ്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി താലൂക്കിലെ പെട്ടാക്കുറിച്ചി കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്നും അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സാമ്പത്തിക ക്ഷേത്രത്തിലേക്കുള്ള പ്രതിഷ്ഠാവിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ചമ്പക്കുളത്ത് വർഷങ്ങൾക്ക് മുമ്പ് എത്തി മാപ്പിളശ്ശേരി തറവാട്ടിൽ ഇറക്കി വെച്ച് അന്ന് അവിടുത്തെ ആ ഒരു ആചാരപരമായ പൂജയൊക്കെ നടത്തി അവിടെ നിന്നും കളിവള്ളങ്ങളുടെ അകമ്പടിയോടുകൂടി നാനാജാതി മതസ്ഥരുടെ സഹകരണത്തോടും കൂടി ചെമ്പകശ്ശേരി രാജാവ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയതിൻ്റെ ചരിത്ര സ്മരണ നിലനിർത്താൻ വേണ്ടി ആരംഭിച്ചതാണ് ഈ മൂലം വള്ളംകളി. അമ്പലപ്പുഴ മൂലക്കാഴ്ച തുടർച്ചയായിട്ടാണ് മൂലം വള്ളംകളി നടത്തപ്പെടുന്നത്. ആണ്ടുതോറും മിഥുനമാസത്തിലെ മൂലം നക്ഷത്രത്തിൽ ആഘോഷിക്കുന്ന ഈ വള്ളംകളി കേരളത്തിലെ ജലോത്സവങ്ങളുടെ തുടക്കം കൂടിയാണ്. ലഹരിക്കെതിരെ ശബ്ദിച്ചതിന് വീട് കയറി വധഭീഷണി മുഴക്കിയ യുവാവിന് തൃശൂർ അന്തിക്കാട് പോലീസ് പിടികൂടി. കിഴുപ്പള്ളിക്കര ജനകീയ സമിതി പ്രവർത്തകൻ PK ഷറഫുദ്ദീന്റെ വീട്ടിൽ രാവിലെ കയറി വന്ന് വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയ കെവിൻ എന്നയാളെ ജനകീയ സമിതിയുടെ ഇടപെടലിൽ അന്തിക്കാട് പോലീസ് പിടികൂടുകയായിരുന്നു. ഇന്ന് രാവിലെ 8:30യോടെയാണ് PK ഷറഫുദ്ദീന്റെ വീടിന്റെ മുൻവാതിലുകളിൽ തട്ടി ഇയാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം പോലീസ് പരിശോധിച്ചു. തൃക്കലശാട്ടോടെ പ്രസിദ്ധമായ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് ഇന്ന് സമാപനമാകും. 27 ദിവസത്തെ ഉത്സവം സമാപിക്കുന്നതോടെ അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പ്രവേശനം നിർത്തലാക്കും. പിന്നീട് 1 വർഷക്കാലം ഇക്കരെ കൊട്ടിയൂരിൽ മാത്രമായിരിക്കും ദർശനം അനുവദിക്കുക. ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയുള്ള കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനാണ് ഇന്ന് പരിസമാപ്തിയാവുക. തൃക്കലശാട്ടോടെയായിരുന്നു അവസാന ദിവസത്തിലെ ഉത്സവ പരിപാടികൾക്ക് ഇന്ന് തുടക്കമായത്. അക്കരെ കൊട്ടിയൂരിലെ യാഗസന്നിധിയിൽ 27 ദിവസത്തിനകം എത്തിയത് ലക്ഷക്കണക്കിന് ഭക്തരാണ്. ജൂൺ 30 വരെ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. ബാവലിപ്പുഴയുടെ കിഴക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അക്കരെ കൊട്ടിയൂരിൽ സ്വയംഭൂവായ ശിവലിംഗമാണ് പ്രതിഷ്ഠ. ദക്ഷപുത്രിയായ സതീദേവി യാഗാഗ്നിയിൽ സ്വയം ഹോമിച്ച സ്ഥലമാണ് കൊട്ടിയൂരെന്നാണ് സങ്കല്പം. മുതിരേരിക്കാവിൽ നിന്ന് വാൾ കൊണ്ടുവരുന്നത്, ഭണ്ഡാരം എഴുന്നള്ളത്ത്, ഇളനീർ വയ്പ്, ഇളനീരാട്ടം, എഴുന്നള്ളിപ്പ് തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങുകൾ. ചടങ്ങുകൾ പൂർത്തിയാക്കി അക്കരെ കൊട്ടിയൂരടയ്ക്കുന്നതോടെ 1 വർഷക്കാലം ഇങ്ങോട്ട് പ്രവേശനമുണ്ടാകില്ല. അമൃത ന്യൂസ്, കൊട്ടിയൂർ. 39 വർഷം മുമ്പത്തെ കൊലപാതകം പോലീസിനോട് ഏറ്റുപറഞ്ഞൊരു പ്രതി. 54-കാരനായ മുഹമ്മദ് അലിയാണ് കോഴിക്കോട് കൂടരഞ്ഞിലെ മരണം കൊലപാതകമായിരുന്നു എന്ന് മലപ്പുറം വേങ്ങര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി ഏറ്റുപറഞ്ഞത്. 39 വർഷമായി തന്നെ വേട്ടയാടിയ മരണം മലപ്പുറം വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി താൻ ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് അലിക്കൊരു പക്ഷേ ആശ്വാസം കിട്ടിക്കാണും. എന്നാൽ ഇതാകട്ടെ കോഴിക്കോട് തിരുവമ്പാടിയിലെ പോലീസിന് ചില്ലറ തലവേദനയല്ല ഉണ്ടാക്കുന്നത്. സംഭവം ഇങ്ങനെ: 1986 കൂടരഞ്ഞിയിലെ ഒരു തോട്ടിൽ മരിച്ച നിലയിൽ യുവാവിനെ കണ്ടെത്തിയിരുന്നു. അത് 14-ാം വയസ്സിൽ താൻ നടത്തിയ കൊലപാതകമാണെന്ന് മുഹമ്മദ് അലി പറയുന്നത് ഇപ്പോൾ 54-ാം വയസ്സിൽ. ആ സംഭവം നാട്ടുകാർക്കും ഓർമ്മയുണ്ട്. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പിള്ളേരൊക്കെ നിന്ന് എനിക്കൊരു 8, 9, 6, 7 വയസ്സ് 8 ഉള്ളൂ. അത് നടന്നു വരുന്ന വഴിയാണത്. എനിക്കൊരു 26, 27 വയസ്സൊക്കെ ഉള്ളപ്പോൾ നടന്ന സംഭവമായത്. അതൊരു വലിയ ഓർമ്മയൊന്നും കിട്ടത്തില്ല, അത്രേ ഉള്ളൂ. 1986 നവംബറിൽ കൂടരഞ്ഞിയിലെ ദേവസ്യ നാളുടെ പറമ്പിൽ കൂലിപ്പണിക്ക് നിൽക്കുമ്പോഴാണ് സംഭവം. 14 വയസ്സ് മാത്രം പ്രായമുള്ള തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ അടുത്തുള്ള തോട്ടിലേക്ക് മുഹമ്മദ് അലി ചവിട്ടി വീഴ്ത്തി. സ്ഥലത്ത് നിന്നോടിപ്പോയ അലി 2 ദിവസം കഴിഞ്ഞാണ് തോട്ടിൽ വീണ ആൾ മരിച്ചതറിയുന്നത്. അപസ്മാരമുണ്ടായിരുന്ന ആളുടേത് സ്വാഭാവിക മരണമാണെന്ന് നാട്ടുകാരും പോലീസും കരുതി. മരിച്ചയാളെ തിരിച്ചറിയാൻ ബന്ധുക്കളാരും എത്തിയുമില്ല. തുടർന്ന് അജ്ഞാത മൃതദേഹമായി കണക്കാക്കി സംസ്കാര നടപടികളും പോലീസ് പൂർത്തിയാക്കി. ഇപ്പോൾ മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലോടെ ഇനി മരിച്ചത് ആരെന്ന് തിരുവമ്പാടി പോലീസ് കണ്ടെത്തണം.
മുഹമ്മദ് അലിയുടെ മൂത്ത മകന്റെ മരണവും രണ്ടാമത്തെ മകന്റെ അപകടവും കഴിഞ്ഞപ്പോഴുണ്ടായ കുറ്റബോധത്തിൽ നിന്നുമാണ് ഇപ്പോഴത്തെ ഏറ്റുപറയൽ. മുഹമ്മദ് അലി റിമാൻഡിലാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ ലോഡ്ജിൽ ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിന്റെ പരിശോധന. അനധികൃതമായാണ് ലോഡ്ജ് പ്രവർത്തിക്കുന്നതെന്ന അമൃത ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി. കെട്ടിട നമ്പറിലും ക്രമക്കേടുണ്ടെന്ന് ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതായാണ് വിവരം. കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗവും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. CPM വയനാട് ജില്ലാ കമ്മിറ്റിയിലെ വിഭാഗീയത നേതാക്കൾക്കെതിരെ പരസ്യ പ്രതികരണം. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് A.V. ജയനെ പുൽപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയ നടപടിയാണ് പരസ്യ പ്രതിഷേധത്തിൽ കലാശിച്ചത്. ജീവകാരുണ്യ ഫണ്ട് വകമാറ്റിയതിൽ A.V. ജയന് പിഴവ് സംഭവിച്ചെന്ന് ജില്ലാ നേതൃത്വം വിശദീകരിച്ചു. വിഭാഗീയതയാണ് തനിക്കെതിരെയുള്ള നടപടിക്ക് കാരണമെന്നും M.V. ജയൻ തുറന്നടിച്ചു. ജില്ലാ സമ്മേളനത്തിനു ശേഷം വയനാട് പാർട്ടിയിൽ ഉടലെടുത്ത ഗ്രൂപ്പിസം മറനീക്കി പുറത്തുവരികയാണ്. പാർട്ടി ഓഫീസ് നിർമ്മാണത്തിനായി പാലിയേറ്റീവ് കെയർ ഫണ്ട് വകമാറ്റിയെന്ന പരാതിയിലാണ് M.V. ജയന് എതിരായ നടപടി. പുൽപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയിലേക്കാണ് തരം താഴ്ത്തിയത്. എന്നാൽ നടപടി റിപ്പോർട്ട് ചെയ്യാൻ വിളിച്ചു ചേർത്ത ഏരിയ കമ്മിറ്റി യോഗത്തിൽ നിന്നും M.V. ജയൻ ഉൾപ്പെടെ 4 പേർ ഇറങ്ങിപ്പോയത് നേതാക്കളെ ഞെട്ടിച്ചു. ആദിവാസി ക്ഷേമസമിതി ജില്ലാ സെക്രട്ടറി പ്രസാദ്, SFI മുൻ ജില്ലാ സെക്രട്ടറി ജിഷ്ണു ഷാജി, മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ബിന്ദു ബാബു എന്നിവരാണ് പരസ്യ പ്രതിഷേധം ഉയർത്തിയത്. തന്നെ സാമ്പത്തിക കുറ്റവാളിയായി ചിത്രീകരിച്ചത് വിഭാഗീയതയുടെ ഭാഗമെന്നാണ് ജയൻ തുറന്നടിച്ചത്. ക്രമത്തിലെ പോരായി ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തി ഒരു ശാസനയോ താക്കീതോ പാർട്ടി കമ്മിറ്റിയിൽ പറയുന്നതിന് പകരം ഒരാളെ ഇല്ലായ്മയ്ക്കാണ്. അത് വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ്. ഒരു ഭൂരിപക്ഷം ഉണ്ടെന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് എന്തും ചെയ്യാന്നുള്ള നിലയിൽ കാര്യങ്ങൾ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം വന്നിട്ടുള്ളത്. ഞങ്ങളൊക്കെ പാർട്ടിയാണ്. ഈ പാർട്ടി വിട്ടിട്ട് യാതൊരു പ്രവർത്തനവും ഞങ്ങൾക്കില്ല. ജനിച്ചത് ഈ പാർട്ടിയിലാണ്, ജീവിക്കുന്നത് ഈ പാർട്ടിയിലാണ്, മരിക്കുന്നത് ഈ പാർട്ടി തന്നെയായിരിക്കും. തെറ്റായ ഒരു നിലപാടിനെതിരായിട്ടുള്ള സമരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദീകരണത്തിനായി ജില്ലാ സെക്രട്ടറി K. റഫീഖും CK ശശീന്ദ്രനും പങ്കെടുത്ത 2 ലോക്കൽ കമ്മിറ്റി യോഗങ്ങളും ചേരാൻ കഴിഞ്ഞില്ല. പൂതാടി കേണിച്ചിറ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് യോഗത്തിൽ നിന്നും വിട്ടുനിന്നത്. പൂതാടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും പാർട്ടിയുടെ സംഘടനാ രംഗത്തുള്ള മുതിർന്ന നേതാവുമാണ് M.V. ജയൻ. P. ഗഗാറിനൊപ്പമുള്ള നേതാക്കളെ മാറ്റി നിർത്താനുള്ള ഔദ്യോഗിക പക്ഷത്തിന്റെ ശ്രമമാണ് വിഭാഗീയത മറനീക്കാൻ കാരണമായത്. അതേസമയം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M.V. ജയരാജൻ, K. ശൈലജ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പരസ്യപ്രതികരണം നടത്തിയ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി വേണ്ടെന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, വയനാട്. ചുണ്ണാമ്പ് തേച്ച് 4 കുട്ടി മുറുക്കുന്നതിലും അപ്പുറമായി വെറ്റിലയെ ജീവിതവുമായി ചേർത്ത് വെക്കാമെന്ന് കാണിച്ചു തരികയാണ് ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ തിലകൻ ചേട്ടനും കുടുംബവും. വെറ്റില കൃഷിയിലൂടെ ജീവിത വരുമാനം വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാമെന്ന് പഠിപ്പിക്കുകയാണ് അരനൂറ്റാണ്ടായി വെറ്റില കൃഷി തുടരുന്ന തിലകൻ ചേട്ടനും ഭാര്യ പുഷ്പചേച്ചിയും. വെറ്റില കൃഷി ഉപജീവനമാക്കിയ ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക്. വെറ്റില ഈ കുടുംബത്തിൽ ഒരംഗമായി മാറിയിട്ട് അരനൂറ്റാണ്ട് പിന്നിടുന്നു. 51 വർഷത്തെ അനുഭവ സമ്പത്തിലൂടെ ഇന്ന് വെറ്റില കൃഷിയിൽ താരമാണ് ആലപ്പുഴ കഞ്ഞിക്കുടിയിലെ തിലകൻ ചേട്ടൻ. അച്ഛൻ മുറുക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ്റെക്ക് അങ്ങനെ മുറുക്കി ശീലിച്ച് അങ്ങനെ വെറ്റില ക്ഷാമം വന്ന ഒരു ദിവസം എനിക്കിത് വെറ്റില കൃഷി ചെയ്യണമെന്നൊരു താല്പര്യം തോന്നി. അങ്ങനെ ഒരു വീട്ടിൽ ഇതുണ്ടായിരുന്ന വീട്ടിൽ നിന്ന് 5-6 തല മേടിച്ചിട്ടുണ്ടോ അത് ഇടുന്ന മാതൃകയൊക്കെ പുള്ളി പറഞ്ഞു തന്നു. അങ്ങനെ ഇത് തുടങ്ങിയതാണ്. കുറേശ്ശെ തുടങ്ങി അതങ്ങനെ പെരുക്കി 2000 കെട്ട് വെറ്റ കിട്ടുന്ന അതുവരെ ഞാൻ കൈകാര്യം ചെയ്തത്. ഇപ്പോഴും അത് കളയാതെ അങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുപോയിരിക്കും. ഒരുവിധം ന്യായമായ വില എനിക്ക് കിട്ടണം. ഒരു വെറ്റയ്ക്ക് 1 രൂപ വില ഇപ്പോൾ കിട്ടുന്നുണ്ട്. അങ്ങനെ 51 വർഷമായി ഇതിൻ്റെ പരിചരണം ചെയ്യാൻ തുടങ്ങിയിട്ട്. സ്വന്തമായിട്ട് പശുവിനെ കെട്ടി അതിൻ്റെ ഡെയിലി തൂർന്ന ചാണാൻ ഡെയിലി ഇതിൻ്റെ തടത്തിലേക്ക് ഇട്ട് കലക്കി വിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ കമുകയിൽ നിന്ന് വീഴുന്ന പാള, കുടപ്പായൽ. വേനൽക്കാലത്ത് പായലിന് ഇച്ചിരി ക്ഷാമം ഉണ്ടാകും. അന്നേരം ഈ മറ്റ് കരിയിലെയും മറ്റുള്ള ഈ ജൈവവളങ്ങൾ ശരിക്കും വാരിയിട്ട് കൊടുക്കുക. അല്ല രാസവള പ്രയോഗമൊന്നുമില്ല. അത് നല്ലപോലെ പുതയായിട്ടിട്ട് കൊടുക്കും. അപ്പോൾ വലിയ ചൂടിൻ്റെ ശക്തി ഉണ്ടാകില്ല. തടം എല്ലാ ദിവസവും നനയ്ക്കുന്ന കാരണം നല്ല തണുപ്പിലങ്ങനെ നിൽക്കും. അതാണ് മെയിനായിട്ട്. പിന്നെ കീടനാശിനി പ്രയോഗങ്ങളൊന്നുമില്ല.
അഥവാ 1-2 തണ്ട് പിന്നെ വർഷകാലത്താണ് കൂടുതൽ നഷ്ടപ്പെട്ടു പോകുന്നത്. തണ്ടയിൽ നിന്ന് പശ പോലെ വന്നിട്ട് അവിടെ നിന്ന് മേലോട്ടുള്ള ഭാഗം നഷ്ടപ്പെട്ടു പോകും. അത് ചടവന്ന് താഴെയുള്ള തല വെച്ച് കെട്ടി ഒരു 3 മാസത്തിനുള്ളിൽ വീണ്ടും അത് ആദായത്തിലാക്കിയെടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ പരിചരണം. ദിവസം വേണം ഒന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും എടുക്കണം. അത് ഓരോ ഏരിയയും വീതം എടുക്കുകയാണ്. അപ്പോൾ ഒരു മാസത്തിൽ ഒരു 4 പ്രാവശ്യം കൊണ്ട് ഇത് എടുത്തു തീരുള്ളൂ. ഇതുവരെ പിന്നെ ഇത് കിള്ളി കളയേണ്ടതായ ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. പിന്നെ ചില സമയത്ത് ഇച്ചിരി മാർക്കറ്റ് കുറവ് വരും. അതായത് കൊല്ലവറ്റയുടെ വിലയെ ആശ്രയിച്ചാണ് ഇതിൻ്റെ മാർക്കറ്റ് നിലവാരം നിൽക്കുന്നത്. കൊല്ലവറ്റയ്ക്ക് വില കൂടുമ്പോൾ ഇതിനും കൂടും. പിന്നെ വർഷകാലം ആകുമ്പോൾ വെറ്റില ഇച്ചിരി കുറയും. ഇതിന് ഈ തണുപ്പ് കൂടുമ്പോൾ മരവുണ്ടായിട്ട് ഇതിൻ്റെ കണ്ണി വീന്ന് പോവുകയും പിന്നെ വെറ്റിലൊക്കെ ഇച്ചിരി അളവ് കുറയുമ്പോൾ വെറ്റ കുറയുമ്പോൾ വില കൂടും. ജീവിത പങ്കാളിയായി എത്തിയ നാൾ മുതൽ തിലകൻ ചേട്ടന് കൂട്ടായി ഭാര്യ പുഷ്പ ചേച്ചിയും ഒപ്പമുണ്ട്. ക്ഷമയെ മൂലധനമാക്കിയാൽ മികച്ച വരുമാനമുണ്ടാക്കാൻ മറ്റൊരു തൊഴിൽ വേണ്ടി വരില്ല എന്ന് ഒരേ മനസ്സോടെ പറയുകയാണ് ഇരുവരും. ലാഭകരമാണ്. നമുക്ക് പിന്നെ അതിന് ചിലവാകുന്ന കാശിൻ്റെ 3 ഇരട്ടി കാശ് കിട്ടുന്ന ഒരു കൃഷിയാണ്. വരുമ്പോൾ മുതലുള്ളതാണ്. നമ്മുടെ കിഴക്കേപ്പുരത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയതാണ്. അപ്പോൾ അന്ന് മുതൽ ഞാൻ വന്നപ്പോൾ ഇത് കണ്ട കൃഷി ഇന്നും ഉണ്ട്. അപ്പോൾ അന്ന് മുതൽ കണ്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഭർത്താവ് ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ട് അതുകൊണ്ട് കൂട്ടത്തിൽ സഹായിച്ച് വന്നപ്പോഴാണ് ഇത് മുഴുവനും ഞാൻ പഠിച്ചെടുത്തത്. ഒന്ന് പോകുമ്പോൾ 2 ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതിൻ്റെ ചൂട്ടി. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ക്ഷമയോട് കൂടി ഇരുന്ന് അത് കെട്ടിയൊക്കെ കൊടുക്കാമെങ്കിൽ സുഖമായിട്ട് ജീവിതമാർഗം നമ്മളുടെ മുറ്റത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ജനപ്രതിനിധി സഭയിൽ പാസായി. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സഭയിൽ 214 വോട്ടിനെതിരെ 218 വോട്ടുകൾക്കാണ് ബില്ല് പാസായത്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമായി ഇന്ന് ട്രംപ് ബില്ലിൽ ഒപ്പുവെക്കും. വിക്ടറി. വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ US കോൺഗ്രസിൽ പാസായി. ഇനി പ്രസിഡന്റ് ട്രംപിന്റെ മേശയിലേക്ക്. വൈറ്റ് ഹൗസ് എക്സിൽ കുറിച്ച വരികൾ ഇങ്ങനെയാണ്: അങ്ങനെ വിമർശനങ്ങളും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഭിന്നതയും മറികടന്ന് ട്രംപ് തന്റെ സ്വപ്ന ബിൽ പാസാക്കി. I think when you go over the bill, it was very easy to get him to a yes. You know, we went over that bill, and point after point, biggest tax cut in history, great for security, great on the southern border, immigration is covered. We covered just about everything. Again, it's the biggest bill ever signed of its kind. കുടിയേറ്റ വിരുദ്ധ നടപടികൾക്ക് വൻ തുക ചെലവിടാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2017 ആദ്യമായി പ്രസിഡന്റ് ആയപ്പോൾ കൊണ്ടുവന്ന താൽക്കാലിക നികുതി നിർദ്ദേശങ്ങൾ സ്ഥിരമാക്കാനും 2024 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നൽകിയ വാഗ്ദാനങ്ങളുമായി മുന്നോട്ടു പോകാനും ഇതോടെ ട്രംപിന് കഴിയും. ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വിഭാഗങ്ങളിലെ വിഹിതം വെട്ടിക്കുറയ്ക്കുകയും പ്രകൃതി സൗഹൃദ ഊർജ്ജ പദ്ധതികൾക്കുള്ള ഇളവുകൾ നിർത്തലാക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം US സെനറ്റിൽ ബില്ല് പാസ്സായിരുന്നു. സെനറ്റിലെ 100 അംഗങ്ങളിൽ 50 പേർ അനുകൂലിച്ചും 50 പേർ എതിർത്തും വോട്ട് ചെയ്തു. സെനറ്റ് അധ്യക്ഷനായ വൈസ് പ്രസിഡന്റ് JD വാൻസ് അനുകൂലിച്ച് വോട്ട് ചെയ്തതോടെയാണ് ബിൽ സെനറ്റ് കടന്നത്. അതേസമയം ക്രൂരമായ ബജറ്റ് ബിൽ എന്നാണ് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിമർശിച്ചത്. ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ ആരോഗ്യ പരിരക്ഷ എടുത്തു കളയുന്നതാണ് ബില്ലെന്നും ശതകോടീശ്വരന്മാർക്ക് വൻതോതിൽ നികുതി ഇളവ് നൽകുന്നതിനാണ് ബില്ല് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നേരത്തെ ബില്ലിലെ നിർദ്ദേശങ്ങൾക്കെതിരെ സ്പേസ് എക്സ് ഉടമയും ട്രംപിന്റെ സുഹൃത്തുമായ ഇലോൺ മസ്ക് പരസ്യമായി രംഗത്തെത്തിയിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് 2 അംഗങ്ങളും ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ഗ്യാസ് പൈപ്പ് ഇടാൻ കുഴിച്ച റോഡ് ഇതുവരെ പൂർവ്വസ്ഥിതിയിലാക്കിയില്ല. ദുരിതത്തിലായി തിരുവനന്തപുരം ഇന്ദിരാനഗറിലെ നിവാസികൾ. കാൽനട യാത്രക്കാർ ഉൾപ്പെടെ അതിസാഹസികമായാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. തലസ്ഥാനത്തെ നഗരത്തിലെ ഒരു പ്രധാന റോഡാണിത്. ഇന്ദിരാനഗറിലെ ഈ റോഡിലൂടെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ അത് ഭാഗ്യമെന്ന് വേണം കരുതാൻ. ഇന്ദിരാനഗറിലെ നിവാസികൾക്ക് ഈ യാത്രാ ദുരിതം തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി. പല ആവശ്യങ്ങൾക്കുമായി കുഴിക്കുന്ന റോഡ് മാസങ്ങളോളം ഇതേ അവസ്ഥയിൽ തന്നെ തുടരും. ഇരുചക്ര വാഹനങ്ങളിൽ വരുന്നവർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്.
കാൽനട യാത്രക്കാർക്ക് പോലും സുരക്ഷിതമായി നടക്കാൻ കഴിയാത്ത അവസ്ഥ. നടക്കാനും വണ്ടി വേറെ വരാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ റോഡ് ഇത്രയും വെട്ടിക്കുഴിച്ച് ഇത് എത്രാമത്തെ പ്രാവശ്യമാണെന്ന് ആർക്കും അറിയില്ല. എല്ലാവരും ഇത് ഇത്രയും സഹിക്കാൻ ഇത് ഹെലികോപ്റ്റർ വഴി പോകാൻ പറ്റുമോ? സ്കൂട്ടറുകളൊക്കെ കട്ടറിൽ കണ്ടിട്ട് മറിഞ്ഞിട്ടുണ്ട്. അതാണ് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട രീതിയിലുള്ള ആരും ഇല്ല ഇവിടെ. ഇടയ്ക്ക് കുറച്ചുള്ള സ്ഥലത്ത് അല്പം ടാറുണ്ട്. ആ ടാറിൽ ഈ മഡെല്ലാം കൂടെ കയറി കടന്നിട്ട് വണ്ടികൾ സ്ത്രീകൾ പ്രത്യേകിച്ച് ഒരുപാട് സ്ത്രീകളാണ് വീഴുന്നത്. വികസനത്തിന് എതിരല്ല, പക്ഷേ മാസങ്ങളോളം യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്നും എത്രയും പെട്ടെന്ന് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഈ വർക്കുകളൊക്കെ തന്നെ നമുക്ക് അനിവാര്യമായതാണ്. എന്നിരുന്നാൽ പോലും വർക്കുകൾ അങ്ങ് നീണ്ടു പോവുകയാണ്. ഒരു 6 മാസമായി ഈ ജോലി തുടങ്ങിയിട്ട് അവർ ഒരു സൈഡ് തോണ്ടി പിന്നെ 2 സൈഡും തോണ്ടി. അപ്പോൾ ഇത് നമുക്ക് പ്രയോജനമുള്ള കാര്യമാണ്. അതിന് നമുക്ക് കംപ്ലയിൻ്റ് ഇല്ല. എത്രയും പെട്ടെന്ന് തീർന്നു തരണമെന്നാണ് നമ്മളെല്ലാവരും ഈ നാട്ടുകാരെല്ലാം നമ്മൾ തന്നെ ആശിക്കുന്നത്. ഇന്ദിരാനഗറിലെ ഈ റോഡിലൂടെ വാഹനമോടിക്കണമെങ്കിൽ യാത്രക്കാർക്ക് സർക്കസും വശമുണ്ടായിരിക്കണം. കാരണം അത്രയും സാഹസികമായി മാത്രമേ ഇതിലൂടെ വാഹനമോടിക്കാൻ സാധിക്കൂ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ സർവ്വതും തവിടുപൊടി. യാത്രക്കാരുടെ ഈ ദുരിതത്തിന് എന്ന് പരിഹാരമാകും? ക്യാമറാമാൻ സുരേഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. അനുഷ്ഠാന പാരമ്പര്യത്തിന്റെ കാഴ്ചകൾ സമ്മാനിച്ച് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് ക്യാമ്പസിൽ നിണബലി അരങ്ങേറി. കണ്ണൂർ സർവകലാശാല യൂണിയൻ ഒരുക്കിയ കാർണിവൽ ജി ഫോക്കിന്റെ ഭാഗമായിട്ടായിരുന്നു കാളി ദാരികാവധം ഇതിവൃത്തമാക്കിയ നിണബലി അവതരിപ്പിച്ചത്. തെയ്യങ്ങളുടെ ചിത്രശില്പ പ്രദർശനവും ഒരുക്കി. ഉത്തര കേരളത്തിലെ അനുഷ്ഠാന കലകളെ അടുത്തറിയാനായി ഒരുക്കിയ കാർണിവൽ ദി ഫോക്കിന്റെ സമാപനത്തിലായിരുന്നു കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് ക്യാമ്പസിൽ നിണബലി അരങ്ങേറിയത്. ദേവലോകത്ത് ദാരികാസുരന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ദേവഗണങ്ങൾ ഈ കാര്യം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരോട് അറിയിക്കുകയും തുടർന്ന് പാർവതീദേവി ഭദ്രകാളിയായി അവതരിച്ച് ദാരികനെ വധിച്ച് സർവർക്കും രക്ഷയേകിയെന്നാണ് ഐതിഹ്യം. മേളമുയർന്നപ്പോൾ ദാരികാസുരനെ കീഴ്പ്പെടുത്താനായി കയ്യിൽ പന്തങ്ങളുമായി രൗദ്രഭാവത്തോടെ കാളി അരങ്ങിലെത്തി. പണ്ടുകാലങ്ങളിൽ ബാധ കയറിയ ആളുകളെ ബലിക്കളത്തിലിരുത്തി മന്ത്രവാദം ചെയ്ത് ബാധയകറ്റുവാനാണ് ഉത്തര കേരളത്തിൽ നിണബലി അനുഷ്ഠിച്ചിരുന്നത്. തെയ്യം കലാകാരനായ പാണപ്പുഴ വിജേഷ് പണിക്കരും പയ്യന്നൂർ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയായ ആദിത്യനും ചേർന്നാണ് നിണബലി അവതരിപ്പിച്ചത്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ നമ്മുടെ സമൂഹത്തെക്കുറിച്ചോ നമ്മുടെ പാരമ്പര്യത്തെയോ പൈതൃകത്തെയോ നമ്മുടെ അനുഷ്ഠാനത്തെയോ അനുഷ്ഠാന കലകളെയോ കുറിച്ചൊന്നും അധികം ബോധവാന്മാരല്ല എന്ന് പതിവ് രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ അർത്ഥത്തിൽ ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ തന്നെ ഇത്തരത്തിലൊരു മേഖലയിലേക്ക് തങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്. ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കെട്ടിയാടുന്ന തെയ്യങ്ങളുടെ 100-ൽ പരം ഫോട്ടോകളും ശില്പങ്ങളും പരിപാടിയുടെ ഭാഗമായി ക്യാമ്പസിൽ ഒരുക്കിയിരുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്. പരിഹാസത്തിന് ചെസ് ബോർഡിൽ മറുപടി നൽകിയ ഇന്ത്യൻ താരം ഡി ഗുകേഷ്. ഗ്രാൻഡ് ചെസ് ടൂറിലും ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ വീഴ്ത്തി ഗുകേഷ് 10 പോയിന്റുമായി 1-ാം സ്ഥാനത്തെത്തി. ദുർബലരായ കളിക്കാരിലൊരാളാണ് ഗുകേഷ് എന്ന ലോക 1-ാം നമ്പർ ചെസ് താരം മാഗ്നസ് കാൾസന്റെ പരിഹാസത്തിന് മണിക്കൂറുകളുടെ ആയുസ് മാത്രമാണ് ഉണ്ടായത്. കളിയാക്കലുകൾക്ക് ചെസ് ബോർഡിന് മുന്നിൽ കറുത്ത കരുക്കളിലൂടെയാണ് 18-കാരനായ ഇന്ത്യൻ താരം ഡി ഗുകേഷ് മറുപടി നൽകിയത്. ക്രൊയേഷ്യയിൽ ഗ്രാൻഡ് ചെസ് ടൂറിന്റെ ഭാഗമായി നടക്കുന്ന സൂപ്പർ യുണൈറ്റഡ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പിലെ 6-ാം റൗണ്ടിലാണ് ഗുകേഷ് വീണ്ടും കാൾസനെ പരാജയപ്പെടുത്തിയത്. 49 നീക്കങ്ങൾക്കൊടുവിൽ കാൾസൺ മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം നോർവേയിൽ നടന്ന ചെസ് മത്സരത്തിലും ഗുകേഷ് കാൾസനെ പരാജയപ്പെടുത്തിയിരുന്നു. അന്ന് തോൽവിയുടെ ആഘാതത്തിൽ മേശയിൽ ശക്തമായി ഇടിച്ച് ചെസ് കരുക്കൾ തെറിപ്പിച്ച കാൾസന്റെ പ്രവൃത്തി വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. കാൾസനെതിരെ ഗുകേഷിന്റെ തുടർച്ചയായ 2-ാം ജയമാണിത്. ഇതോടെ 6 കളികളിൽ നിന്ന് 10 പോയിന്റുമായി ഗുകേഷ് 1-ാമതെത്തി. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയുടെ 587 റൺസ് പിന്തുടരുന്ന ഇംഗ്ലണ്ടിന് 5 വിക്കറ്റ് നഷ്ടം. സെഞ്ചുറി നേടിയ ജെയിംസ് സ്മിത്തും ഹാരി ബ്രൂക്കുമാണ് ക്രീസിൽ. ഇന്ത്യയ്ക്കായി മുഹമ്മദ് സിറാജ് 3-ഉം ആകാശ് ദീപ് 2-ഉം വിക്കറ്റ് വീഴ്ത്തി.